ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കോംപ്ലക്സ് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷനാണ്. അതായത് കോഷീസ് ഇൻ്റഗ്രൽ തിയറും കോഷീസ് ഇൻ്റഗ്രൽ ഫോമുലയും. അപ്പോൾ നെറ്റ് എക്സാമിന് സ്ഥിരമായിട്ട് ഈ ഒരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഏത് വർഷത്തെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാലും ഈ കോഷീസ് ഇൻ്റഗ്രൽ തിയറവും കോഷീസ് ഇൻ്റഗ്രൽ ഫോമുലയും വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ഒന്നാമത്തെയാണ് കോഷീസ് ഇൻ്റഗ്രൽ തിയറം. കോഷീസ് ഇൻ്റഗ്രൽ തിയറം എന്താണ് പറയുന്നത് വെച്ചാൽ ഇഫ് എഫ് സെഡ് ഈസ് അനലിറ്റിക് ആൻഡ് എഫ് ഡാഷ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഈച്ച് പോയിൻറ്റ്സ് വിത്തിൻ ആൻഡ് ഓൺ എ ക്ലോസ്ഡ് കോണ്ടൂർ സി ദെൻ ഇൻ്റഗ്രൽ എഫ് സെഡ് ഡി സെഡ് ഈസ് സീറോ. അതായത് ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ മീൻസ് ഒരു ക്ലോസ്ഡ് കോണ്ടൂർ, ഒരു ക്ലോസ്ഡ് റീജിയൻ തന്നിട്ടുണ്ട് സി, അതിൻ്റെ ഉള്ളിൽ ആ ഫംഗ്ഷൻ എല്ലാ പോയിൻറ്റ്സിലും അനലിറ്റിക് ആണ്, എവിടെയും അനലിറ്റിക് അല്ലാതിരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ എഫ് സെഡ് ഡി സെഡിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും. ഇതിൽ നിന്നാണ് ഇനി നെക്സ്റ്റ് കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല പറയുന്നത്. If f z is analytic within and on a closed surface C and A is any point within C, then first one is f of A equal to 1 by 2 pi I integral f z divided by z minus a dz. And ഇതിൽ നിന്ന് രണ്ടാമത്തെ കിട്ടും എഫ് എൻ ഓഫ് എ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ 2 പൈ ഐ ഇൻ്റഗ്രൽ എഫ് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എ ഹോൾ പവർ എൻ പ്ലസ് 1 ഡി സെഡ്. അതായത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സി ഒരു റീജിയൻ തന്നിട്ടുണ്ട്. ഇനി എ എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ എന്തല്ല, അനലിറ്റിക് അല്ല. കാരണം സെഡ് മൈനസ് എ എന്ന് പറയുന്നത് ഈ എഫ് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എ, ഇവിടെ എന്ത് വന്നു, സിംഗുലാരിറ്റി വന്നു. എ എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ അനലിറ്റിക് അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്താണ് എഫ് ഓഫ് എ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഇതായിരിക്കും. അതും അല്ലെങ്കിൽ നമ്മൾക്ക് ചോദിക്കുക ഈ ഒരു ഇൻ്റഗ്രൽ കാണാനായിരിക്കും. ഇൻ്റഗ്രൽ എഫ് സെഡ് ഡി സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എ ഈക്വൽ ടു എന്ത് കിട്ടും, 2 പൈ ഐ ഇൻറ്റു എഫ് ഓഫ് എ. അപ്പോൾ ഈ അതിൽ നിന്ന് ഈ രണ്ടാമത്തെ ഫോമുല കിട്ടും എഫ് എൻ ഓഫ് എ, അതായത് ഡിനോമിനേറ്ററിൽ സെഡ് മൈനസ് എയുടെ പവറായിട്ട് വരുന്നതെങ്കിൽ ഈ ഒരു ഈക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു ക്ലോസ്ഡ് റീജിയൻ തന്നിട്ടുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലെങ്കിൽ നമ്മൾ എന്ത് കോഷീസ് ഇൻ്റഗ്രൽ ഫോമുലയാണ് ഈ ഒരു ഫോമുല അല്ലെങ്കിൽ ഇതിന് താഴെയുള്ള ഫോമുലയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് സെറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് നോക്കാം. ഇപ്പോൾ ഇവിടെ 2020 ഫെബ്രുവരിയിലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലെറ്റ് ഗാമ ബി എ സർക്കിൾ ഓഫ് റേഡിയസ് 1 സെൻറ്റേർഡ് അറ്റ് സെഡ് ഈക്വൽ ടു നെഗറ്റീവ് ഐ. Then the value of integral e raised to z divided by z square plus 1 dz is option A pi e power I, option B pi e power negative I, option C negative pi e power I, option D is negative pi e power negative I. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ ഫംഗ്ഷൻ ഇതിൻ്റെ ഉള്ളിൽ എവിടെയാണ് സിംഗുലർ പോയിൻറ്റ്സ് വരുന്നത്. അപ്പോൾ ഈ സെഡ് ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുത്താൽ അതിന് സിംഗുലർ പോയിൻറ്റ്സ് ഉണ്ടോ അല്ലെങ്കിൽ അനലിറ്റിക് ആവാത്തത് ഏത് പോയിൻറ്റ്സിലാണെന്നാണ് ഏറ്റവും ആദ്യം വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സെഡിൻ്റെ സ്ഥാനത്ത് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് ഐ സ്ക്വയർ ഈസ് -1, സോ ഡിനോമിനേറ്റർ 0 വരും. ദർഫോർ സെഡ് ഈക്വൽ ടു നെഗറ്റീവ് ഐ എന്താണ്, ഒരു സിംഗുലർ പോയിൻ്റാണ്. അതായത് ആ പോയിന്റിൽ ഫംഗ്ഷൻ എന്തല്ല, അനലിറ്റിക് അല്ല. ഇനി നമ്മൾ അടുത്തത് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ഈ തന്ന സർക്കിൾ അല്ലെങ്കിൽ തന്ന റീജിയണിൻ്റെ ഉള്ളിൽ ആ പോയിന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ തന്നിട്ടുണ്ട് ഇറ്റ്സ് എ സർക്കിൾ ഓഫ് റേഡിയസ് 1 സെൻറ്റേർഡ് അറ്റ് സെഡ് ഈക്വൽ ടു നെഗറ്റീവ് ഐ. നെഗറ്റീവ് ഐയിൽ സെൻറ്റർ ചെയ്തിട്ടുള്ള ഒരു സർക്കിളാണ് തന്നത്. ഈ പോയിന്റിലാണ് ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്തത്. അപ്പോൾ നമുക്ക് എന്താ, ഈ പോയിന്റ് ഏതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, തന്ന റീജിയൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏത് ഫോമുല യൂസ് ചെയ്യും, കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല യൂസ് ചെയ്യും. കോഷീസ് ഇൻ്റഗ്രൽ ഫോമുലയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഈ ഫോമുലയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇ റേസ് ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് 1ന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്യാണ്. ഇ റേസ് ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് പ്ലസ് ഐ ഇൻറ്റു സെഡ് മൈനസ് ഐ. ഈ രീതിയിൽ നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്തു. വിച്ച് ഇസ് ഈക്വൽ ടു, ഞാൻ എങ്ങനെ എഴുതി വെച്ചാൽ ഇ റേസ് ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് പ്ലസ് ഐ ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് ഐ. അപ്പോൾ നമ്മൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോമുലേൻ്റെ ഫോമുലായി. അപ്പോൾ ഇതെന്താ, ഇതാണ് എഫ് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എ. അപ്പോൾ ഇവിടെ എൻ്റെ വാല്യൂ ആണ് ഐ, എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് പ്ലസ് ഐ.
ഇനി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2πiനെ നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കുകയാണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഇ റേസ് ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് 1dz ഇൻ്റഗ്രൽ നമ്മൾ ഈ ലാസ്റ്റ് ഫോമിൽ എഴുതിയ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇ റേസ് ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് പ്ലസ് ഐ ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് ഐ dz വിച്ച് ഇസ് ഈക്വൽ ടു നമ്മുടെ ഈ ഫോമുല ഉപയോഗിച്ചാൽ എന്ത് കിട്ടും? 2πi ഇൻറ്റു എഫ് ഓഫ് എ ആണ്. ഇവിടെ എൻ്റെ വാല്യൂ നമുക്ക് കിട്ടി ഐ ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് ഐ വേർ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് പ്ലസ് ഐ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വിച്ച് ഇസ് ഈക്വൽ ടു 2πi ഇൻറ്റു ഇ റേസ് ടു ഐ ഡിവൈഡഡ് ബൈ ഐ പ്ലസ് ഐ. ദാറ്റ് ഈസ് 2iയും 2iയും ക്യാൻസലായി ബാലൻസ് പൈ ഇ റേസ് ടു ഐ. പൈ ഇ റേസ് ടു ഐ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ദെർഫോർ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. അപ്പോൾ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല വെച്ചിട്ട് 4 രീതിയിലുള്ള പ്രോബ്ലമാണ് ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഈ ടൈപ്പ്. ഇനി സെക്കൻഡ് വൺ എന്ത് വരുന്നത് വെച്ചാൽ നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോമുലയിൽ രണ്ടാമത്തെ ഫോമുല യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ ഇവിടെ നോക്കാം. ഇൻ്റഗ്രൽ ഓവർ മോഡ് z ഈക്വൽ ടു 2 ഇ റേസ് ടു z ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ dz ഈക്വൽ ടു എന്താണ് കണ്ടുപിടിക്കണം. 2016 ജൂണിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് വന്നിട്ടുണ്ട് 2πi, 2πie, 4πi, 4πie. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് നോക്കണം? ഇവിടെ സിംഗുലർ പോയിൻറ്റ്സ് ഉണ്ടോ നോക്കാം. അപ്പോൾ ഇവിടെ സെഡിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡിനോമിനേറ്റർ 0 വന്നു. സോ സെഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് സിംഗുലർ പോയിൻ്റ് ആണ് ഇ റേസ് ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 1 ഹോൾ സ്ക്വയറിൻ്റെ. ഇനി ആ സിംഗുലർ പോയിൻ്റ് തന്ന റീജിയൻ, ഇവിടെയാണ് റീജിയൻ തന്നിട്ടുള്ളത്. മോഡ് സെഡ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 2 റേഡിയസിൽ ഒറിജിൻ 0 ആയിട്ട് വരുന്ന സർക്കിളാണ്. അപ്പോൾ സെഡ് ഈക്വൽ ടു 1 ആണ് സിംഗുലർ പോയിൻ്റ്. സോ 1 എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ്, നമ്മൾക്കിപ്പോൾ കിട്ടിയ റീജിയൻ ഇതാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഏതുള്ളത്? ഈ പോയിൻ്റ് ഉള്ളത്, സിംഗുലർ പോയിൻ്റ് ഉള്ളത്. സോ നമുക്ക് കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല യൂസ് ചെയ്യാം. കോഷീസ് ഇൻ്റഗ്രൽ ഫോമുലയുടെ കമ്പയർ ചെയ്യുക. ഇത് ഏത് ടൈപ്പിലാണുള്ളത്? ഇതുള്ളത് ഏത് ടൈപ്പിലാണ്? സെക്കൻഡ് ടൈപ്പിലുള്ള ഫോമാണ് തന്നിട്ടുള്ളത്. ഇൻ്റഗ്രൽ എഫ് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എ ഹോൾ റേസ് ടു n+1 ഈ ഫോമിലാണ്. ഇവിടെ n+1 ഈക്വൽ ടു 2 മീൻസ് n ഈക്വൽ ടു 1. അപ്പോൾ ഈ ഒരു ഫോമുല നമ്മൾ യൂസ് ചെയ്താൽ വിൽ ഗെറ്റ് ഇൻ്റഗ്രൽ ഇ റേസ് ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ dz ഈസ് 2n ഫാക്ടോറിയൽ ബൈ 2πi. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ 2πi ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു എഫ് എൻ ഓഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ n 1 ആണ്. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് 1 where f z is e raised to z. e raised to z ആണ്. അപ്പോൾ f ഡാഷ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. f ഡാഷ് ഓഫ് z എന്ന് പറഞ്ഞാലും e raised to z തന്നെയാണ്. therefore we'll get 2πi divided by 1 factorial is 1 into e raised to 1. e raised to 1 is e. therefore 2πie ആയിരിക്കും ആൻസർ. 2πie is option B. therefore option B is correct. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടൈപ്പ്. അപ്പോൾ ഒന്നുകിൽ നമ്മൾക്ക് ഫസ്റ്റ് ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാകാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഈ ഫസ്റ്റ് ടൈപ്പിലത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നോക്കാം. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ്റഗ്രൽ ഡി സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 5 റീജിയൻ തന്നിട്ടുണ്ട്. മോഡ് സെഡ് ഈക്വൽ ടു 3, അതായത് 3 റേഡിയസിൽ ഒറിജിൻ 0 ആയിട്ട് വരക്കുന്ന സർക്കിൾ. ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 0, 2πi, നെഗറ്റീവ് 2πi, 4πi. അപ്പോൾ ഇവിടെ സെഡ് ഈക്വൽ ടു 5 ആണ് അവിടെ സിംഗുലർ പോയിൻ്റ് വരുന്നത്. 1/z-5ൻ്റെ സിംഗുലർ പോയിൻ്റ് 5 ആണ്. ഇനി നമ്മൾ റീജിയൺ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുകയാണ്. റീജിയൺ ഈ രീതിയിലാണ് വരുന്നത്. 3 റേഡിയസിൽ 0 ഒറിജിൻ ആയിട്ട് വരുന്ന സർക്കിളാണ്. പക്ഷേ സിംഗുലർ പോയിൻ്റ് എവിടെയാണ്? നമ്മുടെ കിട്ടിയ ഈ റീജിയൻ്റെ ഔട്ട് സൈഡാണ്. ഇതാണ് നമ്മുടെ റീജിയൺ. ഇതിൻ്റെ ഔട്ട് സൈഡാണ് എന്ത് വരുന്നത്? നമ്മൾ ഈ സിംഗുലർ പോയിൻ്റ് വരുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് എന്താണ്? അനലിറ്റിക് ആണ്. സിംഗുലർ പോയിൻ്റ് വരുന്നത് ഔട്ട് സൈഡാണ്. അപ്പോൾ കോഷീസ് ഇൻ്റഗ്രൽ തിയറമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഒരു റീജിയൻ്റെ കംപ്ലീറ്റ് റീജിയൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? ഇൻ്റഗ്രൽ എഫ് സെഡ് ഡി സെഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ് ഈസ് വിൽ ഗെറ്റ് ഇൻ്റഗ്രൽ ഡി സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 5ൻ്റെ വാല്യൂ 0 ആയിരിക്കും. therefore ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ഇതാണ് ഫസ്റ്റ് 3 ടൈപ്പ്. ഇനി നമ്മൾ ഇതിൽ തന്നെ ഇതിലെ വേറൊരു ടൈപ്പാണ് നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന വേറൊരു ടൈപ്പ് പ്രോബ്ലമാണ്. അതും ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കാം.
ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ലെറ്റ് ഗാമ ഓഫ് ടി ഈസ് ഈക്വൽ ടു 2 e raised to it for 0 less than or equal to t less than or equal to 2 pi. Then the value of the integral 1 by 2 pi I integral over gamma 3z plus 1 dz divided by z into z minus 1 is option 0, 1, 2, 3. അപ്പോൾ ഇവിടെ പോളാർ ഫോമിലാണ് നമുക്ക് റീജിയൻ തന്നിട്ടുള്ളത്. അപ്പോൾ ആർ ഇ റേസ് ടു ഐ തീറ്റ അല്ലെങ്കിൽ ഐ ടി എന്ന് പറഞ്ഞാൽ ആർ റേഡിയസിൽ ഒറിജിനിൽ വരക്കുന്ന സർക്കിളാണ്, അതിൻ്റെ പോളാർ ഇക്വേഷൻ ആണ്. അപ്പോൾ റേഡിയസ് എത്രയായിരിക്കും? ആയിരിക്കും. ഒറിജിൻ 0 ആയിരിക്കും. സെൻറ്റർ 0 ആയിരിക്കും. സെൻറ്റർ ഒറിജിൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് റീജിയൻ തന്നിട്ടുള്ളത്. അപ്പോൾ എന്താ 2 റേഡിയസിൽ സെൻറ്റർ ഒറിജിനായിട്ട് വരക്കുന്ന ഒരു സർക്കിളാണ് തന്നിട്ടുള്ളത് റീജിയൻ. അപ്പോൾ നമ്മൾക്ക് ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഫംഗ്ഷൻ നമ്മൾ 3z plus 1 divided by z into z minus 1ന് സിംഗുലർ പോയിൻറ്റ്സ് ഉണ്ടോ എന്നൊക്കെ, അതായത് ഇവിടെ z ഈക്വൽ ടു 0 വന്നാലും അനലിറ്റിക് അല്ല, z ഈക്വൽ ടു 1 കൊടുത്താലും ഫംഗ്ഷൻ അനലിറ്റിക് അല്ല. അപ്പോൾ രണ്ട് സിംഗുലർ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ 0യും 1ഉം ആണ് 3z plus 1 divided by z into z minus 1ൻ്റെ സിംഗുലർ പോയിൻറ്റ്സ്. അപ്പോൾ നമ്മൾ റീജിയൺ നോക്കുകയാണ്. ഇതിലെ രണ്ട് പോയിൻറ്റും ഈ റീജിയണിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടോ, അത് റീജിയണിൻ്റെ ഔട്ട്സൈഡ് ആണോ വരുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എത്തുന്ന റീജിയൺ 2 റേഡിയസിൽ സെൻറ്റർ ഒറിജിൻ ആയിട്ട് വരക്കുന്ന സർക്കിളാണ്. അപ്പോൾ നോക്കുക, ഇവിടെ 0യും 1ഉം ഏതിൻ്റെ ഉള്ളിൽ തന്നെയാണ്? നമ്മൾക്ക് തന്ന റീജിയണിൻ്റെ ഉള്ളിൽ തന്നെയാണ് 0യും 1ഉം ഉള്ളത്. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റിലും ഫംഗ്ഷൻ എന്തല്ല? അനലിറ്റിക് അല്ല. അപ്പോൾ നമ്മൾക്ക് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യാം. നമ്മൾ ഈ ഫസ്റ്റ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനെ ഒന്ന് കൺവേർട്ട് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്. കാരണം 0യും സിംഗുലർ പോയിൻ്റ് ആണ്, 1ഉം സിംഗുലർ പോയിൻ്റ് ആണ്. അപ്പോൾ അതൊന്നും നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. അതായത് 3z plus 1 divided by z minus 1നെ ഡിനോമിനേറ്ററിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഞാൻ ന്യൂമറേറ്റർ ഔട്ട് സൈഡ് എടുത്തു. ഈ ഡിനോമിനേറ്ററിനെ ഈ രീതിയിൽ മാറ്റി എഴുതിയത് 1 by z minus 1 മൈനസ് 1 by z. അതൊന്ന് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ z minus 1 ഡിവൈഡഡ് ബൈ z ഇൻറ്റു z minus 1 വരും. ദാറ്റ് ഈസ് സെഡും സെഡും ക്യാൻസൽ ചെയ്ത് പോകും. നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് 1 1. അപ്പോൾ നമുക്ക് എന്തെന്നെ കിട്ടും? ഈ ഫോമിൽ തന്നെ കിട്ടും. നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 1 by 2 pi I ഇൻ്റഗ്രൽ 3z plus 1 by z into z minus 1ന് ഈ രീതിയിൽ കൺവേർട്ട് ചെയ്ത് എഴുതാം. 1 by 2 pi I ഇൻ്റഗ്രൽ രണ്ട് ഇൻ്റഗ്രലായിട്ട് നമ്മൾക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് 3z plus 1 by z minus 1 മൈനസ് 3z plus 1 by z. അപ്പോൾ അത് രണ്ട് ഇൻ്റഗ്രലായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇൻ്റഗ്രൽ, ഇത് സെക്കൻഡ് വൺ. ഇനി ഇതിന് രണ്ടിനും നമ്മൾക്ക് ഏത് ഉപയോഗിക്കാം? കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യാം. ഒന്നാമത്തതിൻ്റെ സിംഗുലർ പോയിൻറ്റ് 1 ആണ്, രണ്ടാമത്തതിൻ്റെ സിംഗുലർ പോയിൻറ്റ് 0 ആണ്. അപ്പോൾ ഈ രണ്ടിനും ഇത്രയും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താ? എഫ് ഓഫ് എ ഇതാണ് കാണേണ്ടത്. ഒന്നാമത്തെ കേസിലത്തെ സിംഗുലർ പോയിൻറ്റ് 1 ആയതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എഫ് ഓഫ് 1 ആയിരിക്കും. മൈനസ് രണ്ടാമത്തതിൻ്റെ 0 ആണ്, ദാറ്റ് ഈസ് എഫ് ഓഫ് 0. ഇവിടെ ഫംഗ്ഷൻ 3z plus 1 ആണ് എഫ് ഓഫ് സെഡ്. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3z plus 1ൽ 1 കൊടുത്താൽ 3 plus 1. ഇവിടെ 3z plus 1ൽ 0 കൊടുത്താൽ 1 കിട്ടും. ദാറ്റ് ഈസ് 3 plus 1 minus 1, ദാറ്റ് ഈസ് 3. Therefore ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. അപ്പോൾ ഈ 4 ടൈപ്പിലാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഒന്നാമത്തത് ഡയറക്റ്റായിട്ട് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നത്, അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്, അതും അല്ലെങ്കിൽ ഫസ്റ്റ് വൺ സിംഗുലർ പോയിൻറ്റ്സ് ഒക്കെ തന്ന റീജിയൻ്റെ ഔട്ട്സൈഡ് വരാം. പിന്നെ വരുന്ന ലാസ്റ്റ് ടൈപ്പാണ് ഒന്നിലധികം അല്ലെങ്കിൽ രണ്ടിലധികം സിംഗുലർ പോയിൻറ്റ്സ് വന്നാൽ നമ്മൾ ആ ഒരു ഇക്വേഷന് ഇതിനെ ഫംഗ്ഷനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി എഴുതും. ഇത് 2 ഇൻ്റഗ്രലോ 3 ഇൻ്റഗ്രലോ ആക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഓരോന്നിനും കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഈ 3 ടൈപ്പിലായിരിക്കും. ഇതിന് മുന്നേയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടി 2 എക്സസൈസ് ക്വസ്റ്റ്യനും ഞാനിവിടെ തന്നിട്ടുണ്ട്. ഇതുകൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയാണ് കോഷീസ് ഇൻ്റഗ്രൽ തിയറവും കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയും യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.